ഈ പഴയ ടയറുകൾ ടാറാക്കി മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? പഴയ ടയറുകൾ പൊടിച്ച് ടാറുമായി അഥവാ ബിറ്റുമനുമായി കലർത്തി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയെയാണ് റബ്ബറൈസ്ഡ് ടാർ എന്ന് വിളിക്കുന്നത്. ഇതിനായി ആദ്യം ടയറിലെ റബ്ബർ ഭാഗം മാത്രം വേർതിരിച്ച് ക്രംബ് റബ്ബർ എന്നറിയപ്പെടുന്ന ചെറിയ തരികളാക്കി മാറ്റുന്നു. ഈ തരികളുടെ വലിപ്പം സാധാരണയായി 0.6 മില്ലിമീറ്ററിനും അതിനും താഴെയായിരിക്കണം. ഇത്തരത്തിൽ പൊടിച്ചെടുത്ത റബ്ബറിനെ സാധാരണ ബിറ്റുമനുമായി നിശ്ചിത അനുപാതത്തിൽ കലർത്തുന്നു. ഏകദേശം 170 മുതൽ 190 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ടാറിലേക്ക് ഈ റബ്ബർ പൊടി ചേർത്ത് വലിയ ബ്ലെൻഡറുകൾ ഉപയോഗിച്ച് ഏകദേശം 1 മണിക്കൂറോളം നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ടാറിലെ ചില എണ്ണമയമുള്ള ഘടകങ്ങൾ അഥവാ മാൾട്ടൻസുകൾ റബ്ബർ തരികൾ വലിച്ചെടുക്കുകയും അവ വീർക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഡൈജഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയ കഴിയുമ്പോഴേക്കും ടാറിന്റെ കട്ടി കൂടുകയും അത് കൂടുതൽ വഴക്കമുള്ളതും അഥവാ ഇലാസ്റ്റിക് സ്വഭാവമുള്ളതും ഒട്ടൽ സ്വഭാവമുള്ളതുമായി മാറുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന റബ്ബറൈസ്ഡ് ടാറിനെ റോഡ് പണിയാനുള്ള കല്ലുകളുമായി അഥവാ അഗ്രഗേറ്റ്സുമായി മിക്സിംഗ് പ്ലാന്റിൽ വെച്ച് യോജിപ്പിക്കുന്നു. ഈ മിശ്രിതത്തിന് സാധാരണ ടാറിനേക്കാൾ ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. സാധാരണ ടാർ ചൂടുകാലത്ത് പെട്ടെന്ന് ഉരുകുകയും തണുപ്പ് കാലത്ത് വിള്ളലുകൾ വീഴുകയും ചെയ്യാറുണ്ട്. എന്നാൽ റബ്ബർ കലർത്തിയ ടാറിന് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ നല്ല ശേഷിയുണ്ട്. ഇത് റോഡിന്റെ വിസ്കോസിറ്റി വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ കനത്ത മഴയത്തും വെള്ളമിറങ്ങി റോഡ് തകരാതിരിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വാഹനങ്ങൾ ഓടുമ്പോൾ ടയറുകൾക്ക് കൂടുതൽ ഗ്രിപ്പ് നൽകാനും ബ്രേക്ക് ഇടുമ്പോൾ വണ്ടി വഴുതി പോകാതിരിക്കാനും ഇത്തരം റോഡുകൾ മികച്ചതാണ്. ലോങ് ടൈമിലേക്ക് നോക്കിയാൽ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ചിലവാകുന്ന തുക 50% കുറയ്ക്കാൻ ഈ ടെക്നോളജി ഉപകരിക്കും. ഏതായാലും ടയറുകൾ എങ്ങനെയാണ് ഫ്യൂവൽ ഓയിലായി മാറുന്നതെന്നും ടയറുകൾ എങ്ങനെയാണ് ടാറായി മാറുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.